എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇങ്ങനൊരു ഓൺ വോയിസ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഈ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചേട്ടനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഒരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കത് പകുതി മാത്രമേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ ഞാനത് കാര്യം മറന്നു, ബാക്കിയും കൂടെ അപ്ലോഡ് ചെയ്യുന്ന കാര്യം മറന്നു. അപ്പം അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു ആ ബോക്സിനകത്തുള്ളതെന്നുള്ളത്. അപ്പം ഞാനത് എന്താണെന്നുള്ളത് നിങ്ങളത് പറയാമെന്ന് വിചാരിച്ചു. ചേട്ടന് ഗിഫ്റ്റ് കൊടുക്കുന്നത്, ഞാനിപ്പോൾ കുവൈറ്റിലാണുള്ളത്, ചേട്ടന് നാട്ടിലാണ്. അപ്പം ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം എനിക്കൊരു നടക്കുമോ പറ്റും എന്നുള്ളൊരു ഡൗട്ടുണ്ടായിരുന്നു. ഇപ്പം കുറേ ഓൺലൈനിൽ ഇങ്ങനെ അവൈലബിൾ ആണല്ലോ ഗിഫ്റ്റ് കൊടുക്കുന്ന രീതിയൊക്കെ. പക്ഷെ അങ്ങനെ കൊടുക്കാൻ എനിക്ക് താല്പര്യം തോന്നിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ഒരു ഫാമിലിയുടെ സപ്പോർട്ട് ആ സമയത്ത്, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് ആ സമയത്ത് കാണത്തില്ല. കാരണം ചിലപ്പോൾ അവർ എവിടെയാണെന്നുള്ളത് കണ്ടിട്ട് അവിടെ വന്നിട്ട് കൊടുത്തിട്ട് പോവല്ലേ. അങ്ങനെ കേക്ക് മുറിക്കാൻ കൂടെ നിൽക്കും, അങ്ങനെയൊക്കെ ഒരു ഇതായതുകൊണ്ട് അങ്ങനെ കൊടുക്കണമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് എന്തായാലും അവർ നല്ല രീതിയിൽ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തു. ചേട്ടന് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റി. ചേട്ടൻ നല്ലതുപോലെ സർപ്രൈസ്ഡായി. അപ്പോൾ എന്ത് തന്നെ ആയാലും അപ്പം ഞാൻ നിങ്ങളുടെ അടുത്തോട് അത് ഷെയർ ചെയ്യാം. പിന്നെ അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ ഈ കുഞ്ഞ് യൂട്യൂബ് ചാനൽ വളരണം. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ അതുപോലെ ഇപ്പം നമ്മുടെ ചാനലിലെ പരിമിതികളെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാകത്തില്ല. ചിലപ്പം നമുക്ക് മൈക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ സൗണ്ട് കാണത്തില്ല. പക്ഷെ എന്തായാലും ഈ പരിമിതികൾക്കുള്ളിൽ തന്നെ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവണം, ഇനിയും ഉണ്ടാവണം. അപ്പം ഇത്രയും നാളും എല്ലാം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ ആദ്യം ടെക്സ്റ്റൈൽസിലാണ് പോയത്. അപ്പം എൻ്റെ ഡ്യൂട്ടി സമയത്ത് ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു സെലക്ട് ചെയ്യാൻ. അപ്പം എന്നെ വീഡിയോ കോളിലാണുള്ളത്. അപ്പം പുള്ളിക്കാരത്തെയും ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ, കസ്റ്റമർക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ ഇതൊരെണ്ണം സെലക്ട് ചെയ്തു. പിന്നെ ഇപ്രാവശ്യം ടീഷർട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതൊരെണ്ണം സെലക്ട് ചെയ്തു. പിന്നെ വേറൊരു ക്രീം കളറൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു കളർഫുള്ളിന് വേണ്ടി കുറച്ച് റോസാപ്പൂവും കൂടെ വെച്ചു. പിന്നെ ചെറിയൊരു കേക്ക്, ഒരു ചെറിയൊരു കേക്കും കൂടെ നമ്മൾ ഓർഡർ ചെയ്തു. റെഡ് വെൽവെറ്റാണ് ഓർഡർ ചെയ്തത്. പിന്നെ അതും അറേഞ്ച് ചെയ്തു. പിന്നെ ബാക്കി 2 സാധനങ്ങൾ നമ്മുടെ കൂട്ടുകാരനെ കൊണ്ടാണ്. ആമ്പിള്ളേരാകുമ്പോൾ കുറച്ചുകൂടെ അവർക്ക് അറിയാമല്ലോ. പിന്നെ ഈ കളർ നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് അറിയില്ല, പക്ഷേ ഇതല്ല കളർ കേട്ടോ. ഇതിപ്പം ഫോട്ടോയിൽ കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെ. ഇതിൻ്റെ കുറച്ചുകൂടെ കളറൂടെ വരും. അങ്ങനെ അതും അങ്ങനെ ഓർഡർ ചെയ്തു. അപ്പം നമ്മളിനി പാക്കിംഗ് സെഷനിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഇത് ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് വാച്ച്. അപ്പോൾ അതേ വാച്ച് എത്ര കിട്ടിയാലും മതിയാവത്തില്ല, അത്രയ്ക്ക് ഇഷ്ടമാണ് വാച്ച്. അങ്ങനെ ഒരു വാച്ചും പിന്നെ ഒരു പവർ ബാഗുമാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പം നമുക്കത് സെറ്റ് ചെയ്യുന്ന കാണാവേ. ഈ ഫോട്ടോയിൽ, ഈ വീഡിയോയിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ മനസ്സിലാവുമായിരിക്കും. ഈ ബനിയൻ്റെ കണ്ടോ, ഇത് കുറച്ചുകൂടെ കളർ വരുവേ. ഈ ലൈറ്റല്ല, ഇത്രയും ലൈറ്റല്ല, കുറച്ചുകൂടെ കളർ വരും. അപ്പം അങ്ങനെ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തു. എന്നിട്ട് ചേട്ടന് ഗിഫ്റ്റ് കൊടുക്കുന്നത് കാണാവേ. എന്തുവാടോ ഇയാള്? പൊട്ടിക്ക്, സാധനം പൊട്ടിക്ക്. മണപ്പിക്കും.
പൂവെടുത്ത് മണപ്പിക്കാൻ. ഇതൊക്കെ നമ്മളെ നേരത്തെ അറിഞ്ഞാടേ. ആ എന്നിട്ട്